ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള വാടക ഗർഭക്കാരെ കുറിച്ചാണ് പറയുന്നത്. കുറച്ചു നാളായി നമ്മുടെ കേരളത്തിൽ ഈ വാടക ഗർഭക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അതിലാദ്യത്തേത് യൂട്യൂബ് വഴി കണ്ടവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നവരും രണ്ടാമത്തേത് കുറച്ച് സിനിമാ താരങ്ങളുമാണ്. ഈ രണ്ടുപേരെ പറ്റിയും നമുക്ക് വ്യക്തമായി തന്നെ സംസാരിക്കാം. ആദ്യത്തേത് ഒരു സിനിമാ നടിയുടെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. മാം, എനിക്ക് ഈ ആസ്ട്രോളജിയിലൊന്നും വിശ്വാസമില്ല മാം പറയുന്ന പോലെയൊക്കെ ഒന്നും. എന്നാ നമുക്കൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയാലോ? ചെയ്യാലോ. ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം അടിച്ചാൽ മതി. ഓക്കെ. ബാക്കി എന്തൊക്കെ ക്വസ്റ്റ്യൻസാ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചോ, എന്നിട്ട് പറ. എന്താ എക്സ്പ്രഷൻ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ? അല്ല, എങ്ങനെ ഇയാൾക്ക് എന്റെ ഇത്രയും സീക്രറ്റ്സ് വരെ അറിയാൻ പറ്റുന്നെന്നാണ് എനിക്ക് അറിയാത്തത്. ഇപ്പൊ വിശ്വാസായോ? ശരിക്കും ലൈഫ് പ്രൂഫ് തന്നെ ഉണ്ട് ഇതില്. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദ തിങ് ഇസ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ഇതിലാകെ നിങ്ങൾ ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അതിലൊരു ആസ്ട്രോളജർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്യാൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനെ പറ്റിയിട്ട്, നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ഇതിലെ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്, ഒരു നഷ്ടമോ ഒന്നുമില്ല നമ്മളിത് ട്രൈ ചെയ്യുന്നതിൽ. ഈ ഒരു വീഡിയോ കാണുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ എന്ത് വിചാരിക്കും? നമ്മുടെ ഈ സിനിമാ നടിക്ക് ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥ വന്നതും ഒരുപാട് സിനിമകൾ കിട്ടുന്നതും ഈ ഒരു ആപ്പ് ഉപയോഗിച്ചത് കൊണ്ടാണ്. ഈ ഒരു ആപ്പിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അതുപോലെ തന്നെ പാലിച്ചു കഴിഞ്ഞാൽ അപർണയ്ക്കുണ്ടായ അതേ ഉയർച്ച സ്വന്തം ജീവിതത്തിൽ വരുമെന്ന് ഒരു 2 പേരെങ്കിലും ഇതുപോലെ ചിന്തിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടിപ്പ് വരുന്നതാണ്. എത്ര തട്ടിപ്പിൻ്റെ ന്യൂസ് കേട്ടാലും ഏതെങ്കിലും ഒരു മലയാളിയെങ്കിലും അതിൽ ചെന്ന് വീഴാതിരിക്കത്തില്ല. അതിപ്പോൾ കൊച്ചുകുട്ടി ആയിക്കോട്ടെ, മുതിർന്ന ആളായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ ഈ ഒരു തട്ടിപ്പിൽ ചെന്ന് വീഴും. ഇതും അതുപോലത്തെ ഒരു തട്ടിപ്പാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പൂജയും മന്ത്രവും വഴിപാടുമൊക്കെയുള്ള പഴയ ആചാരങ്ങൾ ഒരു സൈഡിൽ നിന്നും പൊളിച്ചു മാറ്റുന്ന ഈ ഒരു അവസരത്തിൽ ഇതുപോലത്തെ ഇത്രയും പ്രശസ്തമായ സിനിമാ താരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആസ്ട്രോളജി ആപ്പിനെ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്? ഈ ഒരു ആപ്പ് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു 100 പേരെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്ത് കാണത്തില്ലേ? മലയാളത്തിലും തമിഴിലുമൊക്കെ നല്ല രീതിയിൽ സിനിമ ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന ഈ ഒരു സ്ത്രീയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടവൻ്റെ ഉഡായിപ്പ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ആരുടെയെല്ലാം ജീവിതത്തിലാണ് ഒരു മെച്ചപ്പെട്ട ഒരു അവസരമുണ്ടായത്, അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടത്? ഇതുപോലത്തെ തട്ടിപ്പാപ്പിനെ കണ്ടവൻ്റെ കയ്യിൽ നിന്നും ഒരു ഉളുപ്പുമില്ലാതെ പൈസയും വാങ്ങി നക്കിയിട്ട് ഒരു ക്രെഡിബിലിറ്റി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതുപോലത്തെ സിനിമാ താരങ്ങൾ അടിച്ചുവിടുന്നത്. ഇവരുടെ എല്ലാം ഡൈഹാർട്ട് ഫാനായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഇവർ പറയുന്നതെല്ലാം അതേപോലെ അങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ഇതുപോലത്തെ ഉഡായിപ്പ് ആപ്പുകളിൽ ചെന്ന് വീഴുകയും വീടും പറമ്പും ഉൾപ്പെടെ സകലമാന സമ്പാദ്യം നശിച്ചുപോയി അവസാനം തൂങ്ങിച്ചാവേണ്ട ഒരു അവസ്ഥ വരും. ആ സമയത്ത് ഇതുപോലത്തെ ഒരു സിനിമാ നടിയും നിങ്ങൾക്ക് സപ്പോർട്ടായി വരത്തില്ല. ഇവരെല്ലാം കണ്ടവൻ്റെ കയ്യിൽ നിന്നും പൈസയും വാങ്ങി നക്കിയിട്ട് സ്വന്തം ഓഡിയൻസിനോട്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം സിനിമ കഷ്ടപ്പെട്ട് പൈസ മുടക്കി തിയേറ്ററിൽ പോയി കാണുന്ന ഇവരുടെ ഫാൻസിനോട് പോലും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല. സ്വന്തം കാര്യം നടക്കണം, കണ്ടവനെ പറ്റിച്ചിട്ടാണെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. അതാണ് ഈ സിനിമാ നടിമാരുടെയൊക്കെ ഒരു പോളിസി. അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്. ഈ അടുത്തിടെ കണ്ടില്ലേ, കല്യാണി എന്ന് പറയുന്നൊരു വ്ളോഗർ. പുള്ളിക്കാർ കുറേ ക്രീമുകളൊക്കെ വാരി അങ്ങ് മുഖത്ത് തേച്ചു. ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ പ്രൊമോഷന് വേണ്ടിയിട്ട്. അതെല്ലാം വാങ്ങി സ്വന്തം മുഖത്തങ്ങ് തേക്കുകയും അവസാനം മോന്ത മൊത്തവും പൊള്ളി ആകെ പിഗ്മെൻറ്റേഷൻ അടിച്ചു. എന്നിട്ട് ഈ സ്ത്രീ ചെയ്തത് 8-10 ലക്ഷം രൂപ ചിലവാക്കി ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചികിത്സ തേടി. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളും ഉണ്ടാക്കി. സ്വന്തം വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നതും കറി വയ്ക്കുന്നതും തുണി അലക്കുന്നതുമായി എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ സഹിതം എത്തിച്ചു കൊടുക്കുന്ന ഈ കല്യാണി എന്തുകൊണ്ടാണ് 8-10 ലക്ഷം രൂപ ചിലവാക്കി ചികിത്സയ്ക്ക് പോയത് മാത്രം പറഞ്ഞില്ല? ഹോസ്പിറ്റലിൽ പോയി എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കി അവസാനം ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പോലീസ് കേസ് ആയ സമയത്താണ് 6-7 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന കല്യാണി ഈ ഒരു വാർത്ത പുറത്തു വിടുന്നത്. ഇത്രയും നാളും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രീമെന്ന് പറഞ്ഞ് കുറേ ക്രീമിൻ്റെ പരസ്യം ചെയ്തു. ആ സമയത്തും അവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണ് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോടുള്ളത്? അല്ലെങ്കിൽ ഇവർക്ക് വന്ന് പറഞ്ഞുകൂടായിരുന്നു, ഞാനിങ്ങനെ ക്രീംസ് തേച്ച് എൻ്റെ മുഖത്ത് ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി, അതുകൊണ്ട് നിങ്ങളാരും ഇത് വാങ്ങരുതെന്ന്? ആ സമയത്തും അവർ കണ്ടവൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങി അവർ കൊടുക്കുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി സ്വന്തം ഓഡിയൻസിനെ പറ്റിക്കുകയായിരുന്നു. ഈ ക്രീം നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ മുഖം വെളുത്ത് വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സ്വന്തം മുഖം ഈ ഒരു ക്രീം ഒരു വട്ടം തേച്ച് പൊള്ളിപ്പോയൊരു സ്ത്രീയാണ് അവർ. എന്നിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയാണ് അവർ ആ മുഖം ശരിയാക്കിയെടുത്തത്. സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോട് പുല്ല് വില കൊടുക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട കണ്ടവൻ്റെ ഗർഭം ചുമക്കുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സിന് നമ്മൾ എന്താണ് പറയേണ്ടത്? ഇത് ഇവർ മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം കയറി കഴിഞ്ഞാൽ വരുന്ന 100 റീൽസിൽ
90% ഇതുപോലത്തെ ഉഡായിപ്പ് പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. എന്നിട്ട് ഇവരെല്ലാം സ്വയം പറയുന്നത് ഇവരെന്തോ വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്. ഇവർക്കിതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുക, അതുവഴി കണ്ടവൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി നക്കുക, എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുക. എന്നിട്ട് സ്വയം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി വരുമ്പോൾ അതിനെ വല്ലവൻ്റെയും ഹോസ്പിറ്റലിൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കുക. എന്നിട്ട് പറയും എന്നെ അവർ ചതിച്ചു, ഇവർ ചതിച്ചു. ശരിക്കും നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ചതിച്ചുകൊണ്ടല്ലേ ഇരുന്നത്? നിങ്ങൾ ഇതുപോലെ കണ്ടവൻ തരുന്ന ക്രീംസ് വാരി മുഖത്ത് തേച്ചതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് ഇത്രമാത്രം പൊള്ളലും പിഗ്മെൻറ്റേഷൻ എല്ലാം വന്നിട്ട് ഏതെങ്കിലും ഒരു വട്ടം സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞോ ഇതൊന്നും വാങ്ങി ഉപയോഗിക്കില്ലെന്ന്? നിങ്ങൾ വീണ്ടും ചെയ്യുന്നത് എന്താണ്? വീണ്ടും കണ്ടവൻ്റെ നിന്നും ഓരോരോ പ്രോഡക്റ്റ്സ് വാങ്ങി പ്രൊമോഷൻ ചെയ്യുന്നു. ഇത് തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, മുടി തേച്ച് കഴിഞ്ഞാൽ മുടി മുട്ടറ്റം പൊടിച്ചു വരും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സൗന്ദര്യം. എല്ലാവരും സ്വന്തം സൗന്ദര്യത്തിൽ വല്ലാതെ അങ്ങ് അഡിക്റ്റഡ് ആണ്. മുഖത്ത് എന്തെങ്കിലും ഒരു കുഞ്ഞ് പ്രശ്നം വന്നാൽ തന്നെ വലിയ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണമെന്ന് തോന്നും. അപ്പോഴാണ് ഇതുപോലത്തെ ഉഡായിപ്പ് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഓരോ ക്രീമും കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു വ്ളോഗറിൻ്റെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ നല്ല ഗ്ലോ ഉണ്ട്, ഈ ക്രീം തേച്ചിട്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. ഇത് മൊത്തത്തിൽ അങ്ങ് വിശ്വസിച്ച് അവർ ആയിരങ്ങൾ കൊടുത്ത് ആ ഒരു ക്രീം വാങ്ങും. ക്രീം വാങ്ങി മുഖത്തിട്ട് കഴിയുന്ന സമയത്ത് ഈ ക്രീമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡോ ഒന്നുമല്ല, വല്ലവനും തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. എന്നിട്ട് അവൻ അതിനെ ഓൺലൈൻ വഴി അങ്ങ് വിൽക്കും. ഇവരെല്ലാം ഇതങ്ങ് വാങ്ങി മുഖത്തങ്ങ് തേക്കും. അവസാനം മുഖത്ത് ഉണ്ടായിരുന്ന പാടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു വൃത്തികേടിനേക്കാളും വലിയൊരു രീതിയിൽ ഒരു വ്രണം പോലെ ആകും, അല്ലെങ്കിൽ വലിയ വലിയ കറുത്ത പാടുകൾ വരും. പിന്നെ ഇത് മാറ്റാൻ വേണ്ടി ലക്ഷങ്ങളാണ് ചിലവാക്കേണ്ടത്. ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ച് അവർക്ക് പണി കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ ഈസ്ക്കുന്ന ഒരുപാട് വാടക ഗർഭക്കാരായ ബ്യൂട്ടി വ്ളോഗേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഏറ്റവും നല്ല സ്കിൻ ഡോക്ടറെ സമീപിച്ച് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് സ്വന്തം മുഖത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നാട്ടുകാരെ വല്ലവൻ്റെയും ഉഡായിപ്പ് ക്രീം കാണിച്ച് പറ്റിക്കും. ഇതാണ് ഇവരെല്ലാവരും ചെയ്യുന്ന പരിപാടി. ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. എന്നിട്ട് ഇവരെല്ലാം സ്വയം പറയുന്നത് ഇവരെന്തോ വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്. നിങ്ങളെല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇതുപോലെ ആരൊരു ഉഡായിപ്പ് ക്രീമിൻ്റെ പരസ്യം ചെയ്താലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉഡായിപ്പ് വീഡിയോ ചെയ്താലും കൃത്യമായിട്ടും അതിനെ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ കൊണ്ടുവരിക. ഇവർക്കെതിരെ നല്ല രീതിയിലുള്ള ആക്ഷൻ എടുപ്പിക്കുക. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ എല്ലാ ടീംസിനെയും പോലീസ് കംപ്ലൈൻറ്റ് തന്നെ കൊടുത്ത് വീട്ടിലിരുത്തണം. കാരണം കണ്ടവനെ പറ്റിച്ച് അല്ലെങ്കിൽ കണ്ടവൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി അവരുടെ എല്ലാം പ്രോഡക്ട്സ് പാവപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ തലയിൽ അടിച്ചു വയ്ക്കും. എന്നിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് അത് മുഖത്ത് തേച്ചതിന് ശേഷം അവരുടെ മുഖത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ മാറ്റാനും അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പാവപ്പെട്ടവർ ലക്ഷങ്ങളാണ് മുടക്കുന്നത്. ഇതുപോലെ അബദ്ധം പറ്റിയ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആരെങ്കിലും പറയുന്നത് കേട്ട് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ എന്തെങ്കിലും ഒരു ക്രീമിൻ്റെ പരസ്യം കണ്ടിട്ട് ഉടനെ അതിനെ അങ്ങ് ഓർഡർ ചെയ്തും മുഖത്ത് വാരി അങ്ങ് തേക്കും. എന്നിട്ട് ഇഷ്ടം പോലെ കുഴപ്പങ്ങളാണ് അവരുടെ മുഖത്ത് വരുന്നത്. ഉള്ളൊരു വൃത്തികേട് മറയ്ക്കാൻ വേണ്ടി ആയിരങ്ങൾ ചിലവാക്കിയിട്ട് അത് വലിയൊരു വൃത്തികേടായി മാറും. പിന്നെ അതിനെ മാറ്റാൻ വേണ്ടി ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. ഈ ഒരു അവസ്ഥ വന്നിട്ട് ഡിപ്രഷനിലായ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവർക്കും അവരുടെ മുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് ടൈപ്പ് ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, കോളേജിൽ പോകുന്നവർ, അങ്ങനെ ഒരുപാട് ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഇതുപോലത്തെ സ്പെഷ്യൽ വീഡിയോസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ യാതൊരു എത്തിക്സും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ലാബ് അപ്രൂവ്ഡോ ഗവൺമെൻറ് അപ്രൂവ്ഡോ ആയിട്ടുള്ള ഒരു പ്രോഡക്ട്സും അല്ല ഇത്. കണ്ടവൻ വീട്ടിലിരുന്ന് ഉണ്ടാക്കി വിടുന്ന കുറേ പ്രോഡക്ട്സ്, അതിൻ്റെ വിൽപ്പന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി മാത്രമായിരിക്കും. അതും ആയിരങ്ങൾ നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് ഓൺലൈൻ വഴി നമ്മുടെ വീട്ടിലെത്തും. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ്റിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതുപോലത്തെ തട്ടിക്കൂട്ട് പ്രോഡക്ട്സ്. എന്നിട്ട് ഇത് വാങ്ങി വീട്ടിൽ വെച്ച് മുഖത്ത് തേക്കുന്ന ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. ഇത്രയും പണി കിട്ടുന്ന കാര്യം അറിഞ്ഞാൽ പോലും യവറ്റകൾക്ക് യാതൊരു കൂസലുമില്ല. ഇപ്പോഴത്തെ കല്യാണിയുടെ കാര്യം തന്നെ എടുത്ത് നോക്ക്. സ്വന്തമായിട്ടൊരു പണി കിട്ടിയ സമയത്ത് 8-10 ലക്ഷം രൂപയാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം ചിലവാക്കിയത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് 8-10 ലക്ഷം രൂപ മുഖത്തിനൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കാൻ പറ്റുന്നതാണോ? നല്ലൊരു മുഖത്ത് കുറച്ച് ഗ്ലോ വയ്ക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ പാടുകൾ മായ്ക്കാൻ വേണ്ടി ഒരു ക്രീം വാങ്ങി ഉപയോഗിച്ചിട്ട് അത് പിന്നെ ലക്ഷങ്ങളുടെ പണിയാവുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ പരിതാപകരമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ട്.
സിനിമയിലും സീരിയലിലും ഉൾപ്പെടെ പല സ്ത്രീകളും ഇതുപോലത്തെ പല ഉഡായിപ്പ് ആപ്ലിക്കേഷൻസിനും അല്ലെങ്കിൽ ഉഡായിപ്പ് പ്രോഡക്ട്സിനും കൂട്ടു നിൽക്കുന്നുണ്ട്. ഇവറ്റകളെല്ലാം ചെയ്യുന്നത് കണ്ടവൻ്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച് വാങ്ങി നാട്ടുകാരെ പറ്റിക്കുന്ന അതേ പരിപാടിയാണ്. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കുക. ഇതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉഡായിപ്പ് പ്രോഡക്ട്സ് റിവ്യൂ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് നിയമത്തിൻ്റെ മുന്നിലെത്തിക്കുക. കണ്ടവൻ്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച് വാങ്ങിയിട്ട് ഏതെങ്കിലുമൊക്കെ ക്രീമോ അല്ലെങ്കിൽ ഉഡായിപ്പ് ആപ്ലിക്കേഷൻസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സിനെയും സിനിമാ താരങ്ങളെയുമൊക്കെ നമ്മുടെ നാട്ടിലെ നിയമ നടപടികളിലൂടെ പോലീസിന് മുന്നിൽ എത്തിക്കേണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ട് പോലീസ് 2-3 കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവറ്റകളുടെ ഈ പ്രൊമോഷൻ പരിപാടി അങ്ങ് നിർത്തും. കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നൊരു പരിപാടിയാണിത്. പാവപ്പെട്ട ജനങ്ങൾ കടം വാങ്ങിയിട്ടാണെങ്കിലും സ്വന്തം സൗന്ദര്യത്തിന് വേണ്ടി 1000-2000 ഒക്കെ മുടക്കും. അങ്ങനെ മുടക്കിയതിനു ശേഷം മുഖത്ത് നല്ല രീതിയിൽ പണി കിട്ടുകയും അല്ലെങ്കിൽ ഇതുപോലത്തെ ഉഡായിപ്പ് ആപ്സ് എല്ലാം കണ്ടിട്ട് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി അസ്ട്രോളജി അല്ലെങ്കിൽ മന്ത്രവാദത്തിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അധ്വാനിച്ചും കഷ്ടപ്പെട്ടുമൊക്കെയാണ് ഈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സിനിമാ താരങ്ങളെല്ലാം പൈസ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയ ഒരു ലെവലിലെത്തിയ ശേഷം പിന്നെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് അങ്ങ് പോകും. എന്തിനാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയതിന് ശേഷവും നിങ്ങൾ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കാണുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളെ എന്തിനാണ് നിങ്ങൾ ഇത്രയും അധികം പറ്റിക്കുന്നത്? അവരെ പറ്റിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല.